ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീട് കണ്ടിട്ട് അലങ്കോലമായി കിടക്കുവാണ്. നത്തിങ്സ് ന്യൂ. ഞങ്ങൾ ഇവിടുത്തെ സോഫയിലിട്ടിരുന്ന ബ്ലാങ്കറ്റ്സ് അതൊക്കെ ഇല്ലായിരുന്നു, അതെല്ലാം കഴുകാനിട്ടിരിക്കുക. അപ്പം നോക്ക്, എല്ലാം കഴുകിയിട്ട് ഇങ്ങനെ ഉണക്കാൻ വെച്ചിരിക്കുക. ഇവിടെ തണുപ്പായതുകൊണ്ട് കണ്ടോ, മഞ്ഞ കണ്ടോ പുറത്ത്, ഇങ്ങനെ മൂടൽ മഞ്ഞ പോലെയാണ്. അത് കാരണം ആ ജനല് ഞാൻ ഇങ്ങനെ തുറന്നിട്ടിരിക്കുക. അതാണ് ഞാൻ ഈ ഗ്ലാസ് അടച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് മൊത്തം തണുപ്പാവും. അപ്പം മൊത്തം എല്ലാം മാറ്റ്സും എല്ലാം കഴുകി അവിടെ വെച്ചിരിക്കുക. പ്രതീക്ഷിക്കുന്നു നാളെ വരെ അത് ഉണങ്ങി കിട്ടുമെന്ന്. എൻ്റെ മറ്റന്നാൾ ജോസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവിടെ ഒരു 40-50 പേരെ വിളിച്ചൊരു പാർട്ടി നടത്തുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള ക്ലീനിങ്ങും പ്രിപ്പറേഷൻസും ഒക്കെ നടക്കുവാണ്. അതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടോ, ഇവിടുത്തെ കാലാവസ്ഥ നോക്കി എനിക്ക് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ സമയം എത്രയെന്നറിയാം, 4 മണിയായി. 4 മണിയാണ് ഈ മൂടൽ മഞ്ഞ് പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്കിപ്പം പുറത്തോട്ട് പോകണം, അതിൻ്റെയാണ് ഈ ഗെറ്റപ്പ് മൊത്തം കാണുന്നത്. എനിക്ക് ആഗ്രഹമില്ലായിരുന്നു പുറത്തോട്ട് പോകാൻ വേണ്ടി, പക്ഷേ എൻ്റെ ഒരു പാക്കേജ് വന്നിട്ടുണ്ട്. അത് ഇവിടുന്ന് ഒരു 13 മിനിറ്റ് ബൈക്ക് റൈഡ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി എടുക്കണം. ഞാൻ അവരെ വിളിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഹോം ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് വെച്ചുകൊണ്ടൊക്കെ. അപ്പോൾ അവർ പറഞ്ഞില്ല, ഇത് പിക്കപ്പ് ഓപ്ഷനേ ഉള്ളൂ, അപ്പോൾ വന്ന് കളക്ട് ചെയ്യണമെന്ന്. എനിക്ക് ഒട്ടും മനസ്സില്ല പോകാൻ വേണ്ടി. ഇവിടെ വിട്ടതിന് ഞാനിവിടെ ഈ ഹാളിൽ ഞാൻ ഹീറ്റർ എല്ലാം ഓൺ ചെയ്ത് വെച്ച് നല്ല അടിപൊളി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആക്കി മാറ്റി വെച്ചിരിക്കുന്നു. നല്ലൊരു ടെമ്പറേച്ചറാണ് വീടിൻ്റെ ഉള്ളിൽ. എനിക്ക് തണുപ്പിലോട്ട് വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് വേണ്ടി ഒരു മനസ്സ് ഒട്ടുമേ ഇല്ല. ഇതുകൊണ്ട് അങ്ങൊന്നും കാണുന്നേ ഇല്ല എന്താന്ന്. സോ എനിവേസ്, ഞാൻ ഓർത്തു അവിടെ പോയി വരുന്നതിൻ്റെ ഒരു ചെറിയൊരു കുട്ടി വ്ളോഗ് ചെയ്യാൻ പോകുന്ന വഴിക്ക് എങ്ങനെയാണ് വിസിബിലിറ്റി ഒക്കെ കാണാം. ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞാൻ എൻ്റെ ഈ ഏരിയ വിട്ടിട്ട് അങ്ങോട്ടേക്ക് ഞാൻ ബൈക്ക് ഓടിച്ചിട്ടില്ല. അപ്പം അതും ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. എനിവേസ്, ലെറ്റ്സ് സീ. ഐ ഹോപ്പ് എല്ലാം കുഴപ്പമില്ലാതെ പോകും. അതിന് വേണ്ടിയുള്ള കവറിങ് ആയത് ജോസിൻ്റെ ജാക്കറ്റാണ്. പിന്നെ തേർമൽസും എല്ലാം ഇട്ടിരിക്കുകയാണ്. എനിക്ക് ലൂസ് പാൻറ്റ് ഇടാൻ പറ്റത്തില്ല, എൻ്റെ ബൈക്കിൽ അത് ഉടക്കും. അതാണ് എനിക്ക് ലെഗിൻസ് തന്നെ തേർമൽസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ലെഗിൻസ് ഇട്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ നീണ്ട ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്. എനിവേസ്, വാ നമുക്കൊന്ന് പോയി നോക്കാം പുറത്ത്. ഒരു അരമണിക്കൂർ അങ്ങോട്ടേക്ക് പോകാനായിട്ട് വേണ്ടിയുള്ള ഗെറ്റപ്പാണിത്. എനിവേസ്, ഇത്രയും ഞാൻ കവറപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് അത്രയും തണുപ്പൊന്നും എടുത്തില്ല. പക്ഷേ വെളിയിലത്തെ തണുപ്പ് കണ്ടപ്പോൾ തന്നെ എൻ്റെ ബോധം പോയായിരുന്നു. പുറത്ത് പോകണോ വേണ്ടോ എന്ന് പിന്നെ ഞാൻ ആലോചിക്കുമായിരുന്നു ഇത് കണ്ടിട്ട്. സോ ഇതാണിപ്പോൾ എൻ്റെ പുറയിലുണ്ടോ. ഞാൻ വിചാരിച്ച അത്രയും തണുപ്പില്ല. എന്നുവെച്ചാൽ മഞ്ഞ് പോലെ ആണെന്നേ ഉള്ളൂ, പക്ഷെ തണുപ്പ് അത്രയില്ല. ഞാനപ്പോൾ പറഞ്ഞു വന്നത്, തണുപ്പാണെങ്കിലും സൈക്കിൾ ചവിട്ടുമ്പം ഈ തണുപ്പ് അറിയത്തില്ല, ഒരു നല്ല സുഖമുണ്ട്. എനിക്കത് ചിലപ്പോൾ ഞാൻ ഇത്ര ഉടുപ്പിട്ടുകൊണ്ടും കൂടി ആവാം. ഞാൻ കുറേ ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കങ്ങനെ തണുപ്പ് അടിക്കുന്നില്ല. ഞാൻ എൻ്റെ പുറയിൽ എൻ്റെ മുന്നേ ഞാൻ കാണിക്കാം. കണ്ടോ, നല്ല രസമല്ലേ? ഇവിടെ ഇങ്ങനെ സൈക്ലിംഗ് ട്രാക്ക് ഉള്ളതുകൊണ്ട് പിന്നെ നല്ല. അല്ലായിരുന്നെങ്കിൽ തലവേദന ആയിപ്പോയിരുന്നേ. പക്ഷേ ഇങ്ങനെ സൈക്ലിംഗ് ട്രാക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് പയ്യെ സാവകാശം നമ്മുടെ ഏരിയ നോക്കി നമുക്ക് പോവാം. പുറത്തെങ്ങനെയെങ്കിലും ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ വഴി കൂടെ ഞാൻ ബൈക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ റൈറ്റ് സൈഡിൽ മൊത്തം വീടുകളാണ്. ഈ മഞ്ഞില്ലാത്ത സമയത്ത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഇപ്പം നോക്കി, ഞാൻ ബൈക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു വീട് പോലും അവിടെ കാണുന്നില്ല, ഒന്നുമേ കാണുന്നില്ല. അത്രയ്ക്കും വിസിബിലിറ്റി കുറവായിരുന്നു. സോ വീട്ടിലെ ലെഫ്റ്റിലെത്തി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോങ്ങണം, എൻ്റെ മൂക്കൊക്കെ ചുമന്നിരിക്കുക. ബ്ലഷ് പോലും ഇട്ടില്ല, പക്ഷെ ബ്ലഷ് വന്നത് കണ്ടോ, ക്യൂട്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആൽബർട്ടൈനിൽ കയറിച്ച സാധനങ്ങൾ വാങ്ങിച്ചു. എന്നിട്ട് ഇപ്പം എൻ്റെ വീട്ടിലെത്തി. നല്ല തണുപ്പായി. ഞാൻ ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. ബ്രിയോഷ് ബ്രെഡ് എന്ന് വെച്ചൊരു സംഭവമുണ്ട്, എനിക്ക് അത് ട്രൈ ചെയ്യണം. ഞാൻ കഴിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് കൊതിയായിരുന്നു ഇത് കഴിക്കണമെന്ന്. പിന്നെ ഇത് വാങ്ങിച്ചു. പിന്നെ ബീൻസും ക്യൂക്കമ്പർ, എനിക്കിഷ്ടമുള്ളൊരു വെജിറ്റബിളാണ്. തൈര്. പിന്നെ ഞാനിത് ആടിൻ്റെ പാലിൻ്റെ തൈരാണ്. ഇതെനിക്ക് ട്രൈ ചെയ്ത് നോക്കണം തോന്നി, അപ്പോൾ ഞാനിത് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഇത് ക്രീം ചീസ്, നോർമൽ ചീസ്. എൻ്റെ കൊറിയറും വന്നു. അപ്പോൾ അങ്ങനെ എല്ലാ സംഭവം കിട്ടി. ഇന്നത്തെ ദിവസം ഒരു സക്സസ് ആയിരുന്നു. ഇനിയും
നാളെ ജോസിൻ്റെ ബർത്ത്ഡേയുടെ പ്രിപ്പറേഷൻ്റെയും മിച്ചർ ക്ലിപ്സൊക്കെ ഇട്ടിട്ട് ഈ വീഡിയോ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആക്കാം. അല്ലെങ്കിൽ പിന്നെ ഇന്നും വെറും ഞാൻ സൈക്കിൾ ചെയ്യുന്നു ബൈക്ക് ചെയ്യുന്നതിൻ്റെ മാത്രം കാണിച്ചത്. സോ എനിവേസ് സീ യു ടുമോറോ. അതിന് മുമ്പ് നാളത്തെ പാർട്ടിക്ക് വേണ്ടിയുള്ള ചിക്കനും പനീറും ഇവിടെ ജ്യൂസ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പം നല്ലപോലെ അതിൻ്റെ മസാലയെല്ലാം അടുത്ത ദിവസത്തേക്ക് പിടിച്ചോളൂല്ലോ. നെക്സ്റ്റ് രാവിലെ ആയപ്പോഴത്തേക്ക് ജ്യൂസ് ഇവിടെ ഭയങ്കര ക്ലീനിങ് ഒക്കെ ആയിരുന്നു. പാവം, സ്വന്തം ബർത്ത്ഡേയിൽ ഇത്രയും ക്ലീനിങ് ചെയ്ത ഒരാൾ ജ്യൂസ് തന്നെയായിരിക്കും. ഞങ്ങളുടെ ബ്ലാങ്കറ്റ് എല്ലാം ഉണങ്ങി കിട്ടി, മാറ്റ്സ് എല്ലാം ഉണങ്ങി കിട്ടി. ഞങ്ങൾ ചിക്കനും പനീറും എല്ലാം ബേക്ക് ചെയ്തെടുത്തു. രണ്ടും ഉണ്ടായിരുന്നു. എന്തിനാ ചുമ്മാ ഒരു പ്രോട്ടീൻ്റെ 2 ഓപ്ഷൻ വെച്ചേക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ അവിടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് അത് മാരിനേറ്റ് ചെയ്ത് എടുക്കുന്നതായിരുന്നു എൻ്റെ പണി. എന്തിന് ഞങ്ങളുടെ മെയിൻ ഐറ്റംസ് ഞങ്ങൾ ക്രിസ്മസ് ട്രീ കണ്ടിട്ട് പറയില്ല എന്തിനാ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒറ്റ ഒരു കാരണക്കാരൻ ജോസാണ്. ജോസ് പറഞ്ഞു അവൻ്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതിയെന്ന് വെച്ചുകൊണ്ട് അതുകൊണ്ടായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് മാറ്റി കഴിഞ്ഞു. ഇച്ചിരി മുമ്പ് ഞാൻ മാറ്റിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഞങ്ങളുടെ മെയിൻ ഡിഷായിട്ട് ഉണ്ടായിരുന്നത് ചിക്കൻ ടിക്ക, പനീർ ടിക്ക. ഇതെല്ലാം സ്ക്യൂവേഴ്സിൽ നമ്മൾ ചെയ്തു. അപ്പം ഞാൻ വെജിറ്റബിൾസ് എല്ലാം ബേക്ക് ചെയ്യുമായിരുന്നു. ജോസ് പ്രോട്ടീൻ എല്ലാം ബേക്ക് ചെയ്ത് ആദ്യമേ വെച്ചു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറേ വേറെ ഐറ്റംസും ഉണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത ക്ലിപ്പിൽ പറയുന്നുണ്ട്. പിന്നെ മെജോറിറ്റി നമ്മുടെ ഇന്ത്യൻസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഫുഡിൽ അത്രയും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. എന്തെങ്കിലും ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഒത്തിരി ഫുഡ് വേണമെന്നുള്ള താല്പര്യമുള്ളവരല്ല. അവർ കൂടുതലും ഡ്രിങ്ക്സ് കുടിക്കും. അതിൻ്റെ കൂടെ എന്തെങ്കിലും സ്നാക്ക് ഓൺ ചെയ്യാനായിട്ട് വേണ്ടി അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമാണ് അവരുടെ പാർട്ടീസിൽ യൂഷ്വലി ഉള്ളത്. അപ്പം നമ്മളും അങ്ങനെയാണ് ചെയ്തത്. മൊത്തം ഫുഡാണ് നമ്മുടെ ടേബിളിൽ. ബർത്ത്ഡേ ബോയുടെ എക്സൈറ്റ്മെൻറ്റ്. ഇതാണ് നമ്മുടെ ചിക്കൻ ടിക്ക സ്ക്യൂവേഴ്സ്. പനീർ ടിക്ക ഉണ്ട്, പക്ഷേ ഇതുമായിട്ട് നമ്മൾ സ്ക്യൂർ ചെയ്തില്ല. ഇതാണ് ജോസാണ് സ്ക്യൂവേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്ക്രൂ ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ അടിപൊളി ഏത്തയ്ക്കപ്പം അല്ലേ? കോയിൻ സൈസ്ഡ്. ഞാൻ പിന്നീട് പറയാമായിരുന്നു എല്ലാ മാസം ബർത്ത്ഡേ ആയിരുന്നെങ്കിൽ. എല്ലാ മാസം ബർത്ത്ഡേ ആയിരുന്നെങ്കിൽ ഞാൻ ഏത്തയ്ക്കപ്പവും പിന്നെ എന്തായിരുന്നുണ്ടെങ്കിൽ ഗാജർ കാ ഹൽവയും അതെല്ലാം ഉണ്ടാക്കി തരാനല്ലേ? നടന്നു തന്നെ. ഇത് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സംഭവം, വറുത്തതും പൊരിച്ചതും എപ്പോഴും. പിന്നെ ഇത് പൊട്ടാറ്റോ ആലു പക്കോട. ഇത് ഏത്തയ്ക്കപ്പത്തിൻ്റെ ബാറ്റർ മിച്ചം വന്നത് ഞാനിങ്ങനെ ചുമ്മാ വറുത്തെടുത്തു. ഇത് ഒണിയൻ, ഇത് ക്യാപ്സിക്കൻ, ഇതെല്ലാം ഇത് ഞങ്ങളുടെ നാളത്തെ ദോശയുടെ ആണ്. ഇത് എനിക്കടുത്ത് മാറ്റണം. പിന്നെ ആ കോർണറിൽ ഞങ്ങൾ ഗ്ലാസും ടിഷ്യൂസും എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി 1 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം ആവുമായിരിക്കും അല്ലേ? എന്നെ ചിരിക്കുന്നേ. നമ്മുടെ പൊട്ടാറ്റോ പക്കോട ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഫുഡ് സെറ്റ്, ആംബിയൻസ് സെറ്റ്. ഇനി ഗസ്റ്റ് മാത്രം വന്നാൽ മതി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാനിത് 2 പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതിനകത്തൊരു ചെറിയ സർപ്രൈസ് ഉണ്ട് ജോസിൻ്റെ ബർത്ത്ഡേയുടെ. യു ഡോണ്ട് വാണ്ട് ടു മിസ് ഇറ്റ്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.